മിമിക്രി വിവാദത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മാധ്യമങ്ങൾക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എംപിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് പാർലമെന്റിന് പുറത്ത് എംപിമാർ പ്രതിഷേധിക്കവേ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെ പരിഹസിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി മിമിക്രി നടത്തിയിരുന്നു. ഇത് വലിയ വിവാദവുമായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയോട് പ്രതികരണം തേടിയപ്പോഴാണ് രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. എംപിമാരെ കൂട്ടത്തോടെ പുറത്താക്കിയത് മാധ്യമങ്ങൾക്ക് പ്രശ്നമല്ലെന്നും അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യമെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രതിഷേധിക്കുന്ന എംപിമാരുടെ വീഡിയോ എടുത്തത് ഞാനാണ്. അതെൻ്റെ ഫോണിലുണ്ട്. മാധ്യമങ്ങൾ അത് സംപ്രേഷണം ചെയ്യുന്നു. ആരും ഒന്നും പറഞ്ഞുമില്ല. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ 150 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ അതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. അദാനിയെക്കുറിച്ച് ചർച്ചയില്ല. റഫേലിനെക്കുറിച്ച് ചർച്ചയില്ല. തൊഴിലില്ലായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഞങ്ങളുടെ എംപിമാർ പുറത്ത് നിരാശരായി പ്രതിഷേധിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം മിമിക്രിയാണ്, രാഹുൽ ഗാന്ധി വിമർശിച്ചു. वहाँ पे एमपीज बैठे हुए थे, मैंने उनका वीडियो लिया. मेरा वीडियो मेरे फोन पे है. मीडिया दिखा रहा है, मीडिया कह रहा है, मोदी जी कह रहे हैं. किसी ने कुछ कहा ही नहीं है. अपनी कास्ट के लिए सर, किसी ने कुछ नहीं. वहाँ पे किसानों का अपमान किया. नहीं सुनिए, देखिए वहाँ पे हमारे 150 एमपीज को बाहर फेंक दिया है. ठीक है, उसके बारे में मीडिया में कोई चर्चा नहीं हो रही है. ठीक है, उनको आपने पार्लियामेंट से बाहर उठा के फेंक दिया, उसकी कोई चर्चा नहीं हो रही है. अदानी जी पे कोई चर्चा नहीं हो रही है. राफेल पे फ्रांस ने कहा है कि भैया इन्वेस्टिगेशन नहीं अलाउ हो रहा, उस पे कोई चर्चा नहीं हो रही है. बेरोजगारी पे कोई चर्चा नहीं हो रही है. हमारे एमपीज वहां पे दुखी हैं, बाहर बैठे हुए हैं, उन पे आप चर्चा कर रहे हो. मतलब थोड़ा तो न्यूज दिखा दिया करो ना, थोड़ा सा आपकी जिम्मेदारी बनती है. अब आप टोटली मतलब एक लाइन पे चले गए तो क्या करें. മിമിക്രി ചെയ്തതിനെതിരെ ധൻഖർ രംഗത്ത് വന്നിരുന്നു. തന്നെ അവഹേളിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.